ഈ ദുരന്തഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇവിടെ ബഹുമാനിയ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികളും ഒക്കെ തന്നെ സംസാരിച്ചു. ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ്. എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക, സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ബെയിലി പാലം നിർമ്മാണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാദൌത്യ പ്രവർത്തനത്തെ കൂടുതൽ വേഗതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു. ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികൾ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചാണ്. യു സെഡ് അബൌട്ട് ദി സപ്പോർട്ട് ദാറ്റ് ദി പീപ്പിൾ, ലോക്കൽ പീപ്പിൾ ഗേവ് യു ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ഗവൺമെന്റ്. എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രാദേശികമായി ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എല്ലാ പിന്തുണയും, അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ us. വി സല്യൂട്ട് യു ഓൾ. ഒരു വല്ലാത്ത വൈകാരികമായ ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ ഇനിയുള്ളവരെ സംരക്ഷിക്കണമെന്നുള്ളതിന് കഠിനാധ്വാനം ചെയ്തു. മൃതശരീരങ്ങൾ, മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ നമ്മുടെ ശ്രമത്തിൽ ഒരു ഇഞ്ച് കുറവ് പോലും വരാതിരുന്നുകൊണ്ട് എല്ലാ നിലയിലും ശ്രമിച്ചു. നിങ്ങളുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ റെസ്ക്യൂ ഓപ്പറേഷനാണ്. ജീവനുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുക എന്നുള്ള നിങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഒരാളുടെ ജീവൻ പോലും ഇതിന്റെ ഭാഗമായി നിങ്ങൾ വന്നതിന് ശേഷം നഷ്ടപ്പെടരുതെന്നുള്ള നിങ്ങളുടെ ലക്ഷ്യം, അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റി. എല്ലാ നിലയിലും എല്ലാവരുടെയും ജീവൻ, ബാക്കിയുള്ളവരെ മുഴുവൻ ആളുകളുടെയും ജീവൻ നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് ഒരു ടീമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് സംരക്ഷിക്കാനായി. നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ ഈ രക്ഷാദൌത്യത്തിന്റെ ഘട്ടത്തിൽ ഒരുമിച്ചൊരു ടീമായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ ടീമിലെ ഒരു അംഗം പോകുന്ന ഒരു വേദന ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ജോലി നിങ്ങൾ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ വിടവാങ്ങൽ ഒരു അനിവാര്യമാണ് എന്നറിയാം. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയിട്ടുള്ള സേവനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ നടത്തിയിട്ടുള്ള സേവനം ഈ നാടിനും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. കൽപ്പറ്റയിൽ ദിവസങ്ങളായി സേവനം തുടരുന്ന സൈനിക വിഭാഗത്തിൽ ഒരു ഭാഗം പിൻവാങ്ങുകയാണ്. അവർക്ക് നന്ദി സൂചകം എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കരുതൽ എന്ന നിലയിലുള്ള ഉപഹാരം ആണ് ഇപ്പോൾ മന്ത്രിമാർ സമ്മാനിക്കുന്നത്. ദിവസങ്ങളോളം ഈ അപകടമുണ്ടായ അന്നു മുതൽ നമുക്ക് കാവലാളായി തെരച്ചിലിന് നേതൃത്വം നൽകി. നിമിഷങ്ങൾ കൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ബെയിലി പാലം നിർമ്മിച്ച് ചൂരൽമലയിലേക്ക്, മുണ്ടക്കൈയിലേക്കൊക്കെ ഈ തെരച്ചിൽ സംഘത്തിന്, നമ്മുടെ വോളണ്ടിയർമാർക്ക്, സന്നദ്ധ സംഘടനകൾക്ക് പാതയൊരുക്കിയത് ഇതേ സൈന്യം തന്നെയായിരുന്നു. അവർ പൂർണ്ണമായും മടങ്ങുകയല്ല എങ്കിലും
ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായിരുന്ന വലിയൊരു വിഭാഗം സേനാ അംഗങ്ങൾ പിന്മാറുകയാണ്. ഇപ്പോഴും ഈ ബെയിലി പാലത്തിന് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെ പോലെയുള്ള സൈനിക അംഗങ്ങൾ അവിടെ തുടരും. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് കാവലാളായി നിൽക്കുന്നവർ ആണ് നമ്മുടെ സൈന്യം. മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ അവരെ നമുക്ക് നെഞ്ചോട് ചേർത്ത് നിർത്തി മാത്രമേ യാത്ര പറയാൻ സാധിക്കുകയുള്ളൂ. അവശ്യഘട്ടങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോഴും എടുത്തു പറയേണ്ടത്, നേരത്തെ അറിയാം, ചില സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഏറ്റവും വിലപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ദൗത്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന സൈനികൻ, ഒരുപക്ഷെ ആ മുഖം ആരും കണ്ടിട്ടുണ്ടാകില്ല. അത്രമേൽ സുരക്ഷ നൽകുന്ന, രാജ്യം സുരക്ഷ നൽകുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്.